പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24. പ്രധാന വാർത്തകൾ. ട്രാഫിക് ലൈറ്റുകളിൽ യാതൊരു കാരണവുമില്ലാതെ ഹോൺ തുടരെ മുഴക്കുന്ന ചില ഡ്രൈവർമാരെ കാണാം. ഇത് ശബ്ദ മലിനീകരണം വർദ്ധിപ്പിക്കുക മാത്രമല്ല ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുക കൂടിയാണ്. അമിത ഹോണടി റോഡിന് നടുവിലെ തർക്കത്തിലേക്കും വാഗ്വാദങ്ങളിലേക്കും നയിക്കും. അങ്ങനെ ഗതാഗതക്കുരുക്ക് സംഭവിക്കുന്നു. ഗതാഗത നിയമം അനുസരിച്ച് അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കിയാൽ 10 ഒമാൻ റിയാൽ പിഴ ഈടാക്കും. രണ്ടാം തവണ ഹോൺ മുഴക്കിയാൽ 15 റിയാലാണ് പിഴ. ആശുപത്രികൾ, സ്കൂളുകൾ പോലുള്ള ഹോണടി നിരോധിച്ച സ്ഥലത്താണ് മുഴക്കുന്നതെങ്കിൽ പിഴ 10 ഒമാനി റിയാലാണ്. ബാങ്കിംഗ് മസ്കത്തിന്റെ ബാങ്കിംഗ് സർവീസ് ഇന്നലെ ഭാഗികമായി മുടങ്ങി. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ ഏറെ നേരം സർവീസുകൾ നിലച്ചത്. രാവിലെ മുതൽ നെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ മുടങ്ങിയതായി ഉപഭോക്താക്കൾ പറഞ്ഞു. അതിവേഗത്തിൽ സേവനം പുനഃസ്ഥാപിക്കുന്നതായി ബാങ്ക് മസ്കത്തും അറിയിച്ചു. ബാങ്ക് മസ്കത്തിന്റെ സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. മൊബൈൽ ഇന്റർനെറ്റ് ബാങ്കിംഗ്, CDM, IVR സേവനങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭ്യമായിരുന്നില്ല. തമം ഹ്രസ്വചിത്രം റിലീസും കലാസന്ധ്യയും ശനിയാഴ്ച അസൈബ ഗാർഡൻസിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. വൈകിട്ട് 7 മണി മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും. മസ്കത്തിലും പരിസരങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ തമം വ്യത്യസ്ത രീതിയിൽ സസ്പെൻസ് നിറഞ്ഞ ആഖ്യാന രീതി കൊണ്ട് ശ്രദ്ധേയമായ ഒരു കൊച്ചു ചിത്രമായിരിക്കുമെന്ന് സംവിധായകനും ഛായാഗ്രാഹകനുമായ റിയാസ് വലിയകത്ത് പറഞ്ഞു. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ പൊതുക്രമസമാധാനം തടസ്സപ്പെടുത്തുകയും സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയും ചെയ്ത മോട്ടോർ ബൈക്ക് ഓടിച്ച 33 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 77 ബൈക്കുകൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഒരു സംഘം ബൈക്ക് യാത്രികരാണ് ബൈക്കുമായി സാഹസിക പ്രകടനത്തിലും ഗതാഗതം താറുമാറാക്കുന്ന പ്രവൃത്തിയിലും ഏർപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരനെന്ന വ്യാജേന തട്ടിപ്പ് നടത്തിയ യുവതിയിൽ നിന്നും 10,000 ഒമാനി റിയാലിലധികം തുക അപഹരിച്ച് പ്രവാസി. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാണ് യുവതിയെ ഇയാൾ ബന്ധപ്പെടുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കണമെന്നും അതിനായി മൊബൈലിൽ ലഭിച്ച 1 ടൈം പാസ്വേഡ് കൈമാറാനും ആവശ്യപ്പെട്ടു. ഇത് വിശ്വസിച്ച യുവതി OTP നമ്പർ കൈമാറുകയായിരുന്നു. OTP വഴി യുവതിയുടെ അക്കൗണ്ടിൽ കയറി പ്രതി പണം അപഹരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അക്കൗണ്ടിൽ നിന്നും 10,000 റിയാൽ പിൻവലിച്ചതായി സന്ദേശം ലഭിക്കുന്നത്. സംഭവം ഉടൻ റോയൽ ഒമാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പരാതി ലഭിച്ചതിന് പിന്നാലെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതും പ്രതിയെ പിടികൂടുന്നതും. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ 4 അംഗ സംഘം അടുത്തിടെയാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ വലയിലായത്. OTP അയച്ച് ആളുകളെ കബളിപ്പിച്ചാണ് സംഘം പണം അപഹരിച്ചിരുന്നതെന്ന് ആരോപി പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും 2 ദിവസത്തെ ജോർദാൻ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് തിരിച്ചെത്തി. സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി സുൽത്താൻ ചർച്ചകൾ നടത്തി. ഫലസ്തീനിലെ സ്ഥിതി ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിൽ സംയുക്ത നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. വിവരസാങ്കേതിക വിദ്യ, വാർത്താവിനിമയം, ഭക്ഷണം, കൃഷി, മരുന്നുകൾ, മെഡിക്കൽ സപ്ലൈസ്, ഊർജം, ഖനനം, ടൂറിസം, ലോജിസ്റ്റിക്സ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സംയുക്ത നിക്ഷേപാവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ അമ്മാനിലെ അൽ നദുവ കൊട്ടാരത്തിലെ വസതിയിൽ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്ന വിശിഷ്ടമായ ബന്ധങ്ങളും പൊതു താൽപര്യങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിൽ അത് വികസിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വാരാന്ത്യത്തിൽ രാജ്യത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മസ്കത്ത്, ബുറൈമി, ദാഹിറ, വടക്ക് തെക്ക് ബാത്തിന, ദാഖിലിയ, അൽ വുസ്ത, ദോഫർ ഗവർണറേറ്റുകളിൽ വെള്ളി, ശനി ദിവസങ്ങളിലും താപനില ഉയരും. ഭൂരിഭാഗം പ്രദേശങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകും താപനിലയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഹംറ അൽ ദുറു പ്രദേശത്താണ്. 44.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഫഹൂദിൽ 44.6 ഡിഗ്രിയും
ഏറ്റവും കുറഞ്ഞ താപനില റിപ്പോർട്ട് ചെയ്തത് ജബൽ അക്തറിലാണ്. 20 ഡിഗ്രി സെൽഷ്യസാണ്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുന്നറിയിപ്പുകളും മറ്റും ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കുമെന്നും അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. കനത്ത മഴ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളെ ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 3 വിമാന സർവീസുകൾ ഇന്നലെ റദ്ദാക്കിയിരുന്നു. കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കത്ത്, അബുദാബി, റിയാദ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ പെടും. ചില വിമാനങ്ങൾ ഏറെ വൈകുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള നിരവധി വിമാനങ്ങൾ കനത്ത മഴ മൂലം വഴിതിരിച്ചുവിടുകയും ചെയ്തു. സംസ്ഥാനത്ത് കനത്ത മഴ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാക്കുകയും റോഡ് ഗതാഗതമടക്കം ദുഷ്കരമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൊഴിൽ നിയമം ലംഘിച്ച് ഹെൽത്ത് ക്ലബ്ബിൽ ജോലി ചെയ്ത പുരുഷന്മാരും സ്ത്രീകളുമടക്കം 90 വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം ഹെൽത്ത് ക്ലബ്ബുകളിലും ജിമ്മുകളിലും നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത്. ഇവരിൽ 85 പേർ സ്ത്രീകളും 5 പുരുഷന്മാരും ഉൾപ്പെടുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കള്ളനോട്ട് നൽകി സ്വർണ്ണാഭരണം വാങ്ങിയ സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്തിലെ ജ്വല്ലറിയിൽ നിന്നും മറ്റൊരു അറബ് രാജ്യത്തിന്റെ പേരിലുള്ള വ്യാജ നോട്ടുകൾ നൽകി പ്രതി സ്വർണം വാങ്ങിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജ്വല്ലറി ജീവനക്കാർ പോലീസിന് വിവരം കൈമാറി. അന്വേഷണത്തിനൊടുവിൽ പോലീസ് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ഇയാൾ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം കണ്ടുകെട്ടി. ഏഷ്യൻ രാജ്യക്കാരനായ പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ധോഫാർ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. സീസണുമായി ബന്ധപ്പെട്ട പരിപാടികളും പദ്ധതികളും അതിന്റെ തയ്യാറെടുപ്പിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സീസൺ സമയത്തെ ഗതാഗതം സുഗമമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും ചർച്ചയിൽ ഉയർന്നുവന്നു. അതേസമയം ഗവർണറേറ്റിൽ ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. ഗവർണറേറ്റിലെ വിവിധ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മറ്റും ഏകോപിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.